الحمد لله الحمد لله رب العالمين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിൽ നവോത്ഥാനവും രാജ്യത്ത് തീവ്രവാദവും ഭീകരാക്രമണങ്ങളുമെല്ലാം സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ആനുകാലിക പശ്ചാത്തലത്തിലാണ് നമ്മളുള്ളത്. തീവ്രവാദവും ഭീകരവാദവും ആക്രമണ പ്രവർത്തനങ്ങളുമെല്ലാം ആര് ചെയ്താലും ഏതു മതക്കാരാണെങ്കിലും അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും വളരെ ശക്തമായി നമ്മളതിനെ അപലപിക്കുകയാണ്. നമുക്ക് നവോത്ഥാനത്തിലേക്ക് വരാം. നവോത്ഥാന പ്രവർത്തനങ്ങൾ പല പ്രസ്ഥാനങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമുദായത്തിനകത്തുള്ള ചിലർക്ക് നവോത്ഥാനം എന്നാൽ ഇസ്ലാമിനെ തന്നെ ഭേദഗതി ചെയ്യണമെന്ന ചിന്തയിൽ പലരുമുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകളുടെ അന്നത്തെ ജീവിത ചുറ്റുപാടനുസരിച്ചുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. അത് ആധുനിക യുഗത്തിന് ചേർന്നതല്ല, മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കണം എന്ന ന്യായം കേട്ടാൽ ആകർഷണീയമായി തോന്നും. സമുദായത്തിനകത്ത് തന്നെ അവർ പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഖുർആൻ തന്നെ ഒരു നവോത്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ റസൂല് നടത്തിയ ദഅവാ പ്രവർത്തനം അത് നവോത്ഥാനമാണ്. അതേ പ്രവർത്തനം ഇന്ന് നടത്തിയാലും എന്ന് നടത്തിയാലും അതെല്ലാം നവോത്ഥാനമാണ്. കാരണം ഇസ്ലാം എന്നും പുതിയതാണ്. ലോകമെത്ര പുരോഗമിച്ചാലും ലോകർക്കത് മനസ്സിലാവുക പുരോഗമനം അനുഭവിക്കുന്ന സമയത്താണ്. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എത്ര പുരോഗമിക്കുമെന്നും ജനങ്ങൾ എവിടെ എത്തുമെന്നും നേരത്തെ അറിഞ്ഞവനാണ് അള്ളാഹു. ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം.
പക്ഷെ ജനങ്ങൾ ഇസ്ലാമിന് വിരുദ്ധമായ ചില സംഗതികൾ ഇസ്ലാമിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അവ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുന്നതിനിടക്ക് അതല്ല ഇസ്ലാം, റസൂല് പഠിപ്പിച്ചത് അതല്ല എന്ന് പറയുമ്പോൾ അവർക്കത് പുതുമയായിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ ഇസ്ലാം എന്നും പുതിയതാണ്. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ സ്ഥാപിച്ചെടുത്ത അവിടുത്തെ ചര്യ, സുന്നത്ത്. ആ സുന്നത്തിൽ പലതും അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മറന്നു, ജീവിതത്തിൽ ഇല്ലാതെ പോയി. അങ്ങനെ കാലഹരണപ്പെട്ടു പോയ സുന്നത്തുകൾ പുനർജീവിപ്പിക്കുക എന്നതാണ് നവോത്ഥാനത്തിന്റെ ഭാഗമായി ഒന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത്. ഒരുപാട് സുന്നത്തുകൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എളുപ്പ വഴി ഒരു താരതമ്യ പഠനമാണ്. നമ്മുടെ വ്യക്തി ജീവിതവും റസൂല് പഠിപ്പിച്ച വ്യക്തി ജീവിതവും, നമ്മുടെ കുടുംബജീവിതവും റസൂല് പഠിപ്പിച്ച കുടുംബജീവിതവും, നമ്മുടെ പള്ളിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പള്ളി പരിപാലനവും. അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളെയും റസൂല് പഠിപ്പിച്ചതുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് അന്നുള്ള എന്തൊക്കെയാണ് ഇന്ന് നഷ്ടപ്പെട്ടത് എന്ന് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക. എന്നിട്ട് അന്നുള്ളത് പുനർജീവിപ്പിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ നമ്മൾ നവോത്ഥാനത്തിന്റെ ആളുകളായി മാറും. ഇന്ന് നമുക്കറിയാം, പള്ളികൾ നിർമ്മിക്കപ്പെടുന്നു. എന്നിട്ടോ ആ പള്ളികളിൽ നടക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പകരം അതിന് നിർമ്മിക്കപ്പെട്ട പള്ളിയിൽ വെച്ച് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കപ്പെടുന്നു. ഇതൊരു ചെറിയ വിഷയമല്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് നമുക്കറിയാം, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിന് പുറമെ മറ്റാരെയും മറ്റൊന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കപ്പെടരുത്. വളരെ വ്യക്തമായി അള്ളാഹു പറഞ്ഞ സംഗതിയാണിത്. വീടുണ്ടാക്കുന്നത് എന്തിനാ? മനുഷ്യന് താമസിക്കാൻ. എന്നാൽ ചില ആളുകൾ വന്നിട്ട് വീട് പശുക്കളെ കെട്ടാനുള്ളതാണ് എന്ന ഒരു വാദഗതി ഉന്നയിച്ച് അതിൽ നിറയെ പശുക്കളെ കെട്ടിയിട്ട് വാസയോഗ്യമല്ലാതാക്കിയാൽ അതിനെ പുനരുദ്ധരിക്കുക വാസയോഗ്യമാക്കലാണ്. അത് അതിനുള്ളതല്ല, പശുവിനെ കെട്ടാൻ ആലയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കലാണ്. അതുപോലെ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഉണ്ടാക്കിയ ഗേഹമാണ് പള്ളി എന്ന് മുസ്ലിം സമൂഹത്തോട് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്ലാം ഇന്ന് മാറിയിട്ടുണ്ട്. മുസ്ലിങ്ങൾ മാറിയിട്ടുണ്ട്. അവരെയാണ് നമുക്ക് പുനരുദ്ധരിക്കാനുള്ളത്. എന്നാൽ ചില പരിഷ്കരണവാദികൾ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തെ മനസ്സിലാക്കിയതിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമാണ്, കാര്യമായിട്ടൊന്നുമില്ല എന്ന രൂപത്തിൽ അതിനെ വളരെ ലാഘവത്തോടെ കാണുന്ന ആളുകളുമുണ്ട്. അടിസ്ഥാനപരമായ പിഴവാണ്. പള്ളിയുടെ നിർമ്മാണ ലക്ഷ്യത്തോട് തന്നെ ഘടകവിരുദ്ധമാണ് എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ ആ ആശയത്തിന്റെ ആഴിയിലേക്ക് മുസ്ലിം സമൂഹം ഇന്നും ഇറങ്ങുന്നില്ല. അതുപോലെ എത്രയോ വ്യക്തി ജീവിതത്തിലുള്ള സുന്നത്തുകൾ, ഉദാഹരണത്തിന് വുളൂ ചെയ്യുന്ന സമയത്ത് ബ്രഷ് ചെയ്യുക എന്നത് റസൂലുള്ളാഹിയുടെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇതൊക്കെ പറയുമ്പോൾ ലോകം പല പ്രശ്നങ്ങളും നേരിടുന്ന സമയത്ത് ഒരു പല്ലേക്കുന്ന വിഷയവും പറഞ്ഞിട്ട് നടക്കാൻ ഈ വിഭാഗം എന്ന് പറഞ്ഞ് പലരും അവഗണിക്കാറുണ്ട്.
എന്നാൽ ഇത് പറയാതിരുന്നാൽ പരിഹരിക്കപ്പെടുന്ന വിഷയമാണോ ലോകത്തുള്ളത് എന്നവരുടെ സംസാരത്തിന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. പറയേണ്ടതെല്ലാം പറയുകയും റസൂലുള്ളാഹിയുടെ സുന്നത്തനുസരിച്ച് ജീവിച്ച് പരലോകത്ത് രക്ഷപ്പെടുകയും ചെയ്യാനാണല്ലോ ഈ ഐഹികമായ ജീവിതം. അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടുന്ന സുന്നത്തുകൾ പുനർജീവിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അത്യുന്നതമായ പ്രതിഫലമാണുള്ളത്. അവരാണ് നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ. അതുകൊണ്ട് കർമ്മരംഗത്താകട്ടെ വിശ്വാസരംഗത്താകട്ടെ എന്തെല്ലാമാണോ അവഗണിക്കപ്പെട്ടു പോയത് അത് മുഴുവനും പുനരുദ്ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സംഗതി നവോത്ഥാനത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത് അവഗണിക്കപ്പെടുന്ന സുന്നത്തുകളെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെ പുനരുദ്ധരിക്കുക എന്നത് തന്നെയാണ്. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മുഴുവനും സുന്നത്തും ബിദ്അത്തും കൂട്ടിക്കുഴച്ച് ഒന്നിച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ഇസ്ലാമാകുന്ന അതിസുന്ദരമായ വൃക്ഷത്തെ അതിൽ കയറിപ്പറ്റിയ ഇത്തിക്കണ്ണികളാകുന്ന ബിദ്അത്തുകൾ ആകെ ചുറ്റിപ്പടർന്ന് അതിങ്ങനെ വളർന്ന് പന്തലിച്ചിരിക്കും. പുറത്തുനിന്ന് കാണുന്നവർ അത് കൂടിയതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥ. ഇത് നമ്മുടെ വീടുകളിലുണ്ട്, പള്ളികളിലുണ്ട്, നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ട്, നമ്മുടെ നമസ്കാരത്തിലുണ്ട്, മനുഷ്യരുടെ നോമ്പിലുണ്ട്, ഹജ്ജിലുണ്ട്, സക്കാത്തിലുണ്ട്, എല്ലാ ഇബാദത്തുകളിലും കടന്നുകൂടിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കി അതിനെ സുന്നത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകലാണ് നവോത്ഥാനം. അത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. പ്രസംഗിക്കാൻ അറിയുന്ന ഏതെങ്കിലും മൗലവിമാരുടെ ബാധ്യത മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. ഞാൻ ഈ ചെയ്യുന്നത് സുന്നത്താണോ, ഇനി അതല്ല ബിദ്അത്താണോ, അത് തിരിച്ചറിഞ്ഞിട്ട് തിരുത്തുക തന്നെ വേണം. സുന്നത്തും ബിദ്അത്തും വേർതിരിക്കണം, ഇല്ലാതെ രക്ഷപ്പെടുകയില്ല. ബിദ്അത്ത് കലർന്ന അമൽ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ പറ്റില്ല. അത് അമലു സാലിഹാകില്ല. അമലു സാലിഹ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്നത് എന്നാണ് സാലിഹ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അള്ളാന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റണം, ഇത് ഞാൻ ചെയ്ത അമലാണ് എന്ന്. അങ്ങനെ പറ്റണമെങ്കിൽ രണ്ട് നിബന്ധനയാണ്. ഒന്നാമത്തെ നിബന്ധന അത് അള്ളാഹുവിന് മാത്രം ചെയ്തതാകണം. മറ്റൊരു നിബന്ധന അത് റസൂലുള്ളാഹി പഠിപ്പിച്ചതാകണം. അത് മാത്രമാണ് അള്ളാഹുവിന്റെ മുന്നിൽ എടുത്തു വെക്കാൻ പറ്റുക. അപ്പൊ നമ്മുടെ നമസ്കാരത്തിന്റെ, ഇന്ന് മുസ്ലിങ്ങൾ നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെ സ്ഥിതി എടുത്താൽ ഒരുപാട് ബിദ്അത്തുകൾ നമുക്കതിൽ കാണാൻ കഴിയും. അതുപോലെ നോമ്പിന്റെ കാര്യത്തിൽ കാണാൻ കഴിയും. സക്കാത്തിന്റെ കാര്യത്തിൽ പിന്നെ ബിദ്അത്തേ ഉള്ളൂ, സുന്നത്തില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ച സക്കാത്ത് അത് ലോകത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ നടക്കുന്നുള്ളൂ. ബാക്കിയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ സക്കാത്ത് എന്ന് പേരിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ച ആ സക്കാത്ത് സംവിധാനം അത് മുഴുവനും തകർക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹജ്ജ് അടുത്ത് വരികയാണ്. ഹജ്ജിന് അത് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ട് അതിൽ എത്രയോ ബിദ്അത്തുകൾ. ഹജ്ജ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ആ യാത്ര സ്വഹീഹായി കിട്ടാൻ, ഹജ്ജ് മഖ്ബൂലായി കിട്ടാൻ ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതെങ്കിലും മഖ്ബറയിലേക്കാ പോവുക. എന്നിട്ട് അവരോട് പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ചയാക്കി തൗഹീദ് കളഞ്ഞു കുളിച്ചിട്ടാ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞ് ഹജ്ജിന് പോകുന്നത്. എത്ര വലിയ പാതകമാണ്, പാപമാണ് അതിലൂടെയെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് ആലോചിക്കാനുള്ള അവസരം ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ വിശേഷ ദിവസങ്ങൾ, പെരുന്നാൾ ആഘോഷങ്ങൾ, എല്ലാറ്റിലും റസൂലുള്ളാഹിയുടെ സുന്നത്തും വഴിക്ക് വെച്ച് കയറിക്കൂടിയ ബിദ്അത്തുകളും അനാചാരങ്ങളും കൂടിക്കുഴഞ്ഞതാണ് നമ്മൾ കൊണ്ട് നടക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അവസ്ഥ.
ഇതിൽ നിന്നെല്ലാം സുന്നത്ത് വേർതിരിച്ചിട്ട് ബിദ്അത്ത് വേർതിരിച്ച് എനിക്ക് ബിദ്അത്ത് വേണ്ട, സുന്നത്താണ് വേണ്ടത് എന്ന രൂപത്തിലുള്ള തിരിച്ചുപോക്കിന്റെ പേരാണ് നവോത്ഥാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗത്തെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിപ്പിന്റെ പ്രകൃതത്തിൽ തന്നെ തൗഹീദ് വളരെ കൃത്യമായി ഏകദൈവ വിശ്വാസം ഒരു ചേരുവയായി ചേർത്ത് വെച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരുന്ന, അള്ളാഹു തന്നെ പറഞ്ഞ ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, എന്റെ ദാസന്മാരെ മുഴുവനും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വക്രതയില്ലാത്ത ശുദ്ധ പ്രകൃതത്തോടു കൂടിയാണ്, ഏകദൈവ വിശ്വാസികളായിട്ടാണ്. എന്നിട്ടോ അവരെ പിശാചുകൾ സമീപിച്ചിട്ട് അവർക്ക് തൗഹീദിന് പകരം കുഫർ നൽകുകയാണ് ചെയ്തത്, തൗഹീദിന് പകരം ശിർക്ക് നൽകുകയാണ് ചെയ്തത്. അങ്ങനെ ഇബ്ലീസ് നട്ടു വളർത്തിയ കുഫറും ശിർക്കും വ്യക്തികളിലൂടെ വലുതായി വളർന്നു വന്നിട്ട് അത് കണ്ട് മക്കൾ വളരുകയും അത് പിന്നെ ഒരു പാരമ്പര്യമാവുകയും ചെയ്തപ്പോൾ മനുഷ്യന്റെ മനസാക്ഷിയിൽ അല്ലാഹു തആല നിക്ഷേപിച്ച ആ തൗഹീദ് എന്ന പഴമയിലേക്ക് മനുഷ്യനെ തിരിച്ചു കൊണ്ടുപോകാൻ, ആ നവോത്ഥാനം നടത്താൻ അല്ലാഹു പറഞ്ഞയച്ചവരാണ് അംബിയ മുർസലീങ്ങൾ. അപ്പോൾ അവര് നടത്തിയത് പുതിയ പ്രവർത്തനമാണ് എന്ന് അവരെ കേട്ട നാട്ടുകാർക്ക് തോന്നി. ഇത് ഞങ്ങൾക്ക് പരിചയമില്ലാത്തതാണല്ലോ, കാക്കകാരണവന്മാര് പറഞ്ഞതിന് വിരുദ്ധമാണല്ലോ, പാരമ്പര്യവാദത്തിനെതിരാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാര് പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് ചെയ്തത് നവോത്ഥാന പ്രവർത്തനമായത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത്? മനുഷ്യന്റെ മനസാക്ഷിയിൽ അള്ളാഹു നിക്ഷേപിച്ച ഫിത്രത്ത്, ആ ഏകദൈവ വിശ്വാസം പിന്നീട് ആളുകളെ വികൃതമാക്കിയ, പിശാച് വികൃതമാക്കിയ ആ ശിർക്കിനെയും കുഫറിനെയും നിർമാർജനം ചെയ്തിട്ട് യഥാർത്ഥ തൗഹീദിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനം, അത് തന്നെയാണ് ഖുർആൻ ചെയ്തത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അവർക്ക് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ വരുമ്പോ അതിനെ അവർക്ക് അനുഭവപ്പെടുന്നത് മുഹ്ദസായിട്ടാണ്, ഒരു പുതുമയായിട്ടാണ്, ഒരു പുതിയ കാര്യമായിട്ടാണ്, നവോത്ഥാനമായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്നും പുതിയതാണ്, എന്നും അതതിന്റെ പുതുമയോടുകൂടി തന്നെ നിലനിൽക്കുന്നതാണ്. ഒന്നാമതായി അവഗണിക്കപ്പെട്ടു പോയ സുന്നത്തുകളെ നമ്മൾ പുനർജീവിപ്പിക്കണം. രണ്ടാമത് നമ്മുടെ വിശ്വാസങ്ങളിലെ കർമ്മങ്ങളിലെല്ലാം കടന്നുകൂടിയ ബിദ്അത്തുകളെയും സുന്നത്തിനെയും വേർതിരിക്കണം. പോരാ, മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ളത് ആ സുന്നത്തിന്റെ പുനർജീവനത്തിന് വേണ്ടിയും ബിദ്അത്തിന്റെ നിർമാർജനത്തിന് വേണ്ടിയും നിരന്തരമായി പ്രവർത്തിക്കണം. അതിനാണ് നമുക്ക് ഈ ജീവിതം, അതിനാണ് അല്ലാഹു തആല നമുക്ക് ഈ ജീവിതം നൽകിയത്. അത് തന്നെയാണ് നമ്മെ അല്ലാഹു തആല പരീക്ഷിക്കുന്നതിന്റെ ഭാഗമായി അല്ലാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബിദ്അത്തുകൾ ഉണ്ടാകുമ്പോ നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ് ആ ബിദ്അത്തിനെതിരെ പ്രതികരിക്കാൻ. ഇതെന്റെ കർമ്മപദമാണ്, എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു തആല നൽകിയ അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തന മേഖലയിൽ സുന്നത്തിന്റെ പ്രവർത്തനത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെല്ലാം അതാണ് നമുക്ക് കാണുന്നത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തിയത്. നമ്മുടെ ഇമാമിങ്ങളുടെ പൂർവകാല സൂരികളുടെ പേരുകൾ കേൾക്കുന്ന സമയത്ത് അവരൊക്കെ സഹിച്ച ത്യാഗത്തിന്റെ നാലയലത്ത് പോലും ദഅവാ പ്രവർത്തനത്തിന് നമ്മൾ എത്തിയിട്ടില്ല. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്.
എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നൊരു മദ്ഹബിന്റെ ഇമാമായി അറിയപ്പെടുന്ന ആ മഹാനുഭാവൻ സഹിച്ച ത്യാഗം എത്രയാണ്. മുസ്ലിം ഭരണാധികാരികളിൽ നിന്ന് തന്നെയായിരുന്നു. അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞു പോയി. ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് പോലും അദ്ദേഹം ആ ആശയത്തിൽ നിന്ന് പിന്മാറാതെ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ വിശേഷണമാണ്, മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, ഖുർആൻ ഒരിക്കലും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല എന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അദ്ദേഹം സുന്നത്തിന് വേണ്ടി സഹിച്ച ത്യാഗമായി ഇന്നും നമ്മൾ ഓർമ്മിക്കുകയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ വീടുകളിൽ നടക്കുന്ന അനാചാരങ്ങളെ എതിർക്കേണ്ടതുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തൗഹീദുള്ള ആളുകൾ തന്നെയാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സുന്നത്തിന്റെ പക്ഷത്താണ്, ബിദ്അത്തിനെതിരാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന്, എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ നാട്ടിൽ നിന്ന് ബിദ്അത്ത് നിർമാർജനം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ വിധത്തിൽ ഞാനും പ്രവർത്തിക്കും, ഞാനും അതിൽ പങ്കാളിയാകും എന്ന ഒരു തീരുമാനം നമുക്കുണ്ടെങ്കിലേ നമുക്ക് റസൂലിന്റെ പക്ഷത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ. അതുമൂലമാണ് റസൂലിനോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാനാവൂ. അത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം. അല്ലാതെ റസൂല് വളരെ പാടുപെട്ട് പടുത്തുയർത്തിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മലിനമാക്കുന്നത് കാണുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി അതിനെ കാണുകയും അതൊക്കെ തിരുത്തുന്നത്, അതല്ലെങ്കിൽ ബിദ്അത്ത് നിർമാർജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അതൊക്കെ പഴഞ്ചനാണ്, ഈ കാലഘട്ടത്തിലൊന്നും പറയേണ്ട കാര്യമല്ല എന്ന ഒരു ചിന്താഗതിയോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാം റസൂല് പഠിപ്പിച്ച ഇസ്ലാം അല്ലാതായി പോകും. അതുകൊണ്ട് നിരന്തരമായി പ്രവർത്തിക്കുക, സുന്നത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റസൂലുള്ളാഹിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമുക്ക് തീരുമാനിക്കാം ആ സുന്നത്ത് നമുക്ക് വേണോ വേണ്ടയോ എന്ന്. നമ്മൾ പള്ളിയിലെത്തിയാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നത് ഏറ്റവും മുന്നിലെ സഫിൽ വന്നിരിക്കുക. ആദ്യം വരുന്ന ആളുകൾ മുന്നിലെ സഫിൽ വന്നിരിക്കുക. അങ്ങനെ വന്നിരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് അവരറിഞ്ഞിരുന്നുവെങ്കിൽ, നറുക്കിട്ടിട്ട് മാത്രമേ ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അവർ ചെയ്യുമായിരുന്നു എന്നുവരെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് വേണം എന്ന ചിന്ത. പള്ളിയിലെത്തിയിട്ടുണ്ട്, ഇനി എവിടെങ്കിലും ഇരുന്നാൽ മതി എന്നത് റസൂലുള്ളാഹിയുടെ സുന്നത്തല്ല. പള്ളിയിലാണ് നമ്മൾ വരുന്നത്. അങ്ങനെ നടന്നു വരുമ്പോൾ പുറത്തെവിടെയെങ്കിലും സംസാരിച്ച് നിൽക്കുക, അത് പള്ളിയെ അവഗണിക്കലാണ്, സുന്നത്തിന് വിരുദ്ധമാണ്. കയറി പള്ളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് എൻ്റെ ശരീരം ഉണ്ടാകണം,
ഏതായാലും പള്ളിയിൽ വരുന്നുണ്ട് എന്ന നിർബന്ധം നമുക്കുണ്ടാകാം. അപ്പോൾ ആ സുന്നത്തിന്റെ പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതെങ്കിലും കാര്യമായ ആളുകൾക്ക് റിസർവ് ചെയ്തു വെച്ചതൊന്നുമല്ല പള്ളി, നമുക്കാണ്. അള്ളാഹുവിന്റെ വീടാണ്. അവിടെ എത്രയാണോ നമ്മൾ ആവേശം കാണിക്കുന്നത് അത്രയാണ് അതിന്റെ കൂലി. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നേരത്തെ വരിക, ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സ്ഥാനത്ത് നമ്മൾ ഉണ്ടാവുക, അതുവഴി ആഖിറത്തിൽ നമ്മൾ വിജയിക്കുക. സഫായി നിൽക്കുന്ന സമയത്ത് പരസ്പരം ചേർന്ന് നിൽക്കുക. എല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാതെ ശരീരം മാത്രം ചേർത്ത് വെച്ചത് കൊണ്ട് കാര്യമില്ല. ഇവിടെ നശ്വരമാണ് ഈ ജീവിതം. വളരെ പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ആ പോകുന്നതിനിടക്ക് ഒരുപാട് ആളുകളുമായി ഇടപഴകുമ്പോൾ ഒരു കുറഞ്ഞ ആളുകളുമായി എനിക്ക് അല്ലാഹു പരിചയം തന്നു. ആ തന്ന ആളുകളുമായി നല്ല നിലക്കാണ് ഞാൻ ഇടപഴകേണ്ടത്. അതിന്റെ ഭാഗമായി തോളോട് തോളുരുമി അള്ളാഹുവിന്റെ വീട്ടിൽ നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒറ്റക്കെട്ടായി ജീവിച്ചെങ്കിൽ വിജയിക്കാൻ കഴിയും. ഇനി ഇതിന്റെ യാതൊരു ഫലവും നിത്യജീവിതത്തിൽ കാണാത്ത വിധത്തിലുള്ള പെരുമാറ്റമാണെങ്കിൽ പിന്നെന്ത് നമസ്കാരം, പിന്നെന്ത് സഫ്, പിന്നെന്തിന് അണിനിരക്കണം? ഇതൊന്നും ആവശ്യമില്ലല്ലോ. പിന്നെ അപ്പോൾ മാനസികമായി അംഗീകരിക്കുക, അള്ളാഹുവിന്റെ പള്ളിയാണ്, ഞങ്ങൾ ഒന്നാണ്, ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്ന് അംഗീകരിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം. അത് കൃത്യമായി മനസ്സിലാക്കാത്തത് പരാജയത്തിന്റെ കാരണമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇതല്ലല്ലോ, മരണശേഷമല്ലേ, അത് മരിച്ചിട്ടല്ലേ എന്ന ചോദ്യമുണ്ടല്ലോ, എന്ന ചിന്തയുണ്ടല്ലോ. അത് മരണാനന്തര ജീവിതത്തെ ഒരനുഭവമായി കാണാത്തത് കൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ അനുഭവമാണ് മരണാനന്തര ജീവിതമെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞാൽ അതിവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടും എന്ന ചിന്താഗതിക്ക് ആർജവമുണ്ടാകും, ഗൗരവമുണ്ടാകും. അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാകുന്നത്, വിശ്വാസികളായി തീരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആഖിറത്തിൽ വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ജീവിക്കണം. എന്നിട്ട് അങ്ങനെ ജീവിച്ചവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ എനിക്കും വേണമെന്ന ചിന്ത നമ്മെ വല്ലാതെ സ്വാധീനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അണിയായി നിൽക്കേണ്ടത്, ഒന്നിച്ചു നിൽക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് എത്ര തവണ എത്ര ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അത് എത്ര തവണയാണ് നമ്മൾ കേട്ടത്. ഒരു കെട്ടിടത്തിന്റെ കല്ലുകൾ പോലെ, അതല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ പോലെ, ഒരവയവത്തിന് അസുഖം വന്നാൽ മറ്റവയവങ്ങളിൽ ഞങ്ങൾ ഉറങ്ങുകയാണ്, നീ അവിടെ നിന്ന് വേദനിച്ചോ എന്ന് പറയുന്ന അവസ്ഥ ശരീരത്തിനില്ലാത്തതുപോലെ എല്ലാ അവയവങ്ങളും ഒന്നിച്ചു നിൽക്കുന്നതാണ് ശരീരം. അതുപോലെ തന്നെയാണ് സമൂഹം എന്ന് മനസ്സിലാക്കണമെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ആ സുന്നത്തെല്ലാം അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസരംഗത്ത്, കർമ്മരംഗത്ത്, സ്വഭാവരംഗത്ത് എല്ലാം സുന്നത്തിനെ തിരിച്ചു കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒറ്റക്കെട്ടായി ഒന്നിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ ഇഷ്ടപ്പെടാത്ത വല്ല വിശ്വാസവും വല്ല സ്വഭാവവും വല്ല പ്രവർത്തനങ്ങളും ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതെല്ലാം തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ നീ ഇഷ്ടപ്പെടുന്നത് പ്രവർത്തിച്ച് നിന്റെ ഇഷ്ടം വാങ്ങിയ ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ബോധപൂർവം കലിമ ഷഹാദ ഉച്ചരിച്ച് മരണപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ ദീനിന് വേണ്ടി, നിന്റെ റസൂലിന്റെ സുന്നത്തിന് വേണ്ടി
പ്രവർത്തിക്കുന്ന മുവഹ്ഹിദുകളായി, പരിഷ്കർത്താക്കളായി ഞങ്ങളെ അംഗീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പലവിധ ആവശ്യങ്ങളുള്ളവരുണ്ട്. അതെല്ലാം അറിയുന്ന റഹ്മാനെ, നീ എല്ലാം സാധിപ്പിച്ചു തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊപ്പം നിന്റെ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.